പാകിസ്ഥാന്റെ റാവൽപിണ്ടിയിലുള്ള അവരുടെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാൻ പോകുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് റാവൽപിണ്ടിയിലുള്ള ഈ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് സുരക്ഷിതമല്ല, ഇസ്ലാമാബാദിലേക്ക് മാറ്റണം. അതായത് സൈന്യാധിപനായ അസിം മുനീറിന് പോലും അവിടെ ആ സ്ഥാപനം അല്ലെങ്കിൽ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്നതിൽ വിശ്വാസമില്ല. അവിടുത്തെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അതുപോലെ തന്നെ അസിം മുനീറും ഒക്കെ തീരുമാനമെടുത്തു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് നമുക്കറിയാം ഈ റാവൽപിണ്ടിയിലെ ഈ ബേസിലേക്കാണ്, അല്ല ഈ ബേസ് മേഖലയിലേക്കാണ് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവിടം സുരക്ഷിതമല്ല എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. ഇപ്പം നൂർഖാൻ എയർപോർട്ടുണ്ട്. നൂർഖാൻ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമായ ബേസാണ്. VVIPകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ നിന്നാണ് യാത്ര പോകുന്നത്, അവിടേക്കാണ് വന്നിറങ്ങുന്നത്. മാത്രമല്ല പാക് തലസ്ഥാനത്ത് നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ ദൂരത്തിലുള്ള ഈ എയർബേസിന് ഒരുപാട് തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട്. ഈ എയർബേസിലാണ് നമ്മൾ കൃത്യമായ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ ഏതാണ്ട് 18 അടി വരെ താഴ്ചയുള്ള വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു, റൺവേകൾ തകർന്നു, സിഗ്നലിംഗ് സംവിധാനത്തെ ഇല്ലാതാക്കി. എന്ന് പറഞ്ഞാൽ ഇനി ഇത്തരത്തിലൊരു ആക്രമണമോ മറ്റോ ഉണ്ടായാൽ ഹെഡ്ക്വാർട്ടേഴ്സിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരും തുടരെ പറയുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.